അമ്മ അമ്മ ഫോൺ വെക്കമ്മ, ഞാൻ അർജന്റായിട്ട് മെഡിക്കൽ കോളേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഈ ജയിലിലെ ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ച് മജീഷ്യൻ രംഗുൻവാല വല്ല ബോധം കെട്ടി വീണുപോയി, കുഴഞ്ഞു വീണ് കൊണ്ട് മെഡിക്കൽ കോളേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. പേടിക്കണ്ടേ സാറേ, ഞാനുണ്ട് ഇവിടെ. നാളെ കല്യാണത്തിന് പോണ, മറ്റേ ഒച്ചാലേക്ക് പോണ, മറ്റേ ഒച്ച ഇറ. അയ്യോ, മരത്തെ കൊണ്ടിടിപ്പിച്ചോ? മുട്ട പൊട്ടി. അയ്യോ, മുട്ട പൊട്ടിന്ന്. ഫ്രണ്ട് കയർ മുട്ടയായിരുന്നു, അത് പൊട്ടിന്ന്. എന്റെ ദൈവമേ. അണ്ണ ഇറങ്ങി വരാം. അണ്ണ എന്തുവാ നീ വിളിച്ചേ? അണ്ണ ഇറങ്ങി വാ. കണ്ണാന്നോ? കണ്ണാന്നല്ല അച്ഛാ. ആരാടാ നിന്റെ കണ്ണൻ? അച്ഛാ ഇറങ്ങി വാ. അച്ഛാനോ? മാമ ഇറങ്ങി. മാമനോ? അങ്ങ് വരട്ടോ നിന്നെ. നീ എന്നെ വിളിച്ചത്? അല്ല അണ്ണാന്ന്. എടാ അണ്ണാന്നോ? എടാ ലോക പ്രശസ്തനായ ഒരു മജീഷ്യനാ ഞാൻ, ഒരു മജീഷ്യൻ. എടാ കേരളത്തിലെ 10 മജീഷ്യന്മാരെ നിർത്തി വെച്ചാൽ അതിന്റെ മുന്നിൽ നിൽക്കണമെന്നവനാ ഞാൻ. അറിയോ എന്നെ നീ കയറി എന്നെ വിളിച്ച കണ്ണാന്നോ? പിന്നെ ഞാൻ പ്രൊഫസർ. എന്റെ പ്രൊഫസറെ. എടാ പ്രൊഫസർ, പ്രൊഫസർ തന്നെ വിളിക്കണോന്ന്. പ്രൊഫസർ ഒരു തരത്തിലും സമാധാന തരത്തിലെന്ന് വെച്ചാൽ. അല്ല, എന്റെ വണ്ടിക്ക് ചെറിയ പ്രശ്നമുണ്ട്, അത് ടയർ മാറ്റിയാൽ മതി. എടാ എത്ര പെട്ടെന്ന് സാധനം മാറ്റണം, നീ അല്ലേ കിടന്ന് കാണിക്കുന്നത്? എന്റെ വണ്ടിക്ക് ചെറിയ പ്രശ്നമുണ്ട്. അവന്റെ ഒരു പാട്ട വണ്ടി ഒറ്റ അടിയടിച്ചോട്ടല്ലോ. എന്റെ ടിങ്കുനെ തുടരുത്. നിന്റെ പട്ടിയെ കുറിച്ച് ഞാനവിടെ പരാമർശിച്ചിട്ട് പോലും ഇല്ലല്ലോ. പട്ടിയല്ല, പിന്നെ എന്റെ ആംബുലൻസ് ഇട്ടേക്കുന്ന പേരാ ടിങ്കു. 5-6 പാട്ട നിർത്തി വെച്ചിട്ട് ഇട്ടേക്കുന്ന പേരാ ടിങ്കു. ടിങ്കു ആവശ്യമില്ലാത്ത കാര്യം പറയല്. എന്റെ വണ്ടി ആവശ്യമില്ലാത്ത കാര്യം പറയല്. തന്നെ എന്റെ കയ്യിലിരിക്കുന്നത്. എന്തെങ്കിലും സാധനം ഈ വണ്ടിക്കകത്തുണ്ട്, എന്തെങ്കിലും ഒരു സാധനം. എന്താ കുഴപ്പം? എന്താ കുഴപ്പമോ? ഒരു അലാറത്തിന്റെ ശബ്ദം ഉണ്ടോ അതിനകത്ത്? എന്നിട്ട് നീ വാഗോണ്ട് ഇടുവല്ലായിരുന്നു. അത് വയറിളകി കിടക്കുന്നുണ്ടല്ലേ? ഇവൻ ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ടോ നോക്കി. ഇതൊക്കെ കഴുകിട്ട് വേണ്ട എന്നെ കേട്ടാ. അതല്ല, ഇതിനായിട്ടുള്ള വയറിളകി കിടക്കും, അത് കണക്ഷൻ കൊടുത്തിട്ടില്ല ഇതുവരെ. എന്റെ രാമ എത്ര പെട്ടെന്ന് ഈ വണ്ടി ഒന്ന് റെഡിയാക്കി, എനിക്കൊരു സമാധാനം ഇല്ലറിയോ. അയ്യോ, ജയിലിൽ നിന്നെങ്ങാനും അവര് വിളിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കാൻ. നിങ്ങൾക്കൊരു അറ്റാക്ക് വന്ന മനുഷ്യല്ലേ കയറി കിടക്കാൻ, ഞാൻ കൊണ്ടുപോവാം. ഇവിടെ അറ്റാക്ക് വന്നു. ഇല്ല, നിങ്ങളല്ലേ മാജിക് കാണിച്ചോണ്ടിട്ട് കുഴഞ്ഞു വീണത്. എടാ കോപ്പ, എടാ ഞാൻ അത് അഭിനയിച്ചതല്ലേ. എന്തിന്? എടാ ഞാൻ ആ ജയിലിൽ പരിപാടി കളിച്ചോണ്ടിരുന്ന സമയത്ത് കുഴഞ്ഞു വീടില്ലായിരുന്നെങ്കിൽ ആ പോലീസുകാരെല്ലാം കൂടെ എന്നിട്ട് തല്ലിയേനെ. മനസ്സിലായില്ല. എടാ അതന്നെ സംഭവം. ഞാൻ ഈ ഫയർ എസ്കേപ്പ് ചെയ്തോണ്ടിരിക്കുവല്ലായിരുന്നു. ശരിക്കും ആ പെട്ടിക്കകത്ത് കയറാൻ വേണ്ടിട്ട് ഞാനൊരു പ്രതിനെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പെട്ടി ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ അവിടുത്തെ സൂപ്പറണ്ട് കയറുമെന്നും പറഞ്ഞോണ്ട് പുള്ളി ചാടി കയറി. ഇതിനകത്തോടെ കയറി. അന്നേരം തന്നെ പോലീസുകാർ അങ്ങനെയല്ല ഇട്ട് ആ കത്തിക്കൊണ്ടിരിക്കുന്ന കച്ചിത്തൂറിന് അതുകൊണ്ടങ്ങ് തള്ളി. രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കണ്ടായിരുന്നോ? ഇതിന്റെ മെയിൻ ഐറ്റം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ അകത്ത് കയറുന്ന ആൾക്ക് നമ്മൾ താക്കോല് കൊടുക്കും. ഒരു താക്കോല് എന്റെ കയ്യിലും വെക്കും. അല്ല, ഞാൻ താക്കോല് കൊടുക്കുന്നത് ഞാൻ കണ്ടാണല്ലോ. ഈ താക്കോലാ മാറിപ്പോയത്. മാറിപ്പോയോ? എന്റെ ബൈക്കിന്റെ താക്കോലാ കൊടുത്തത്. ഇപ്പൊ പുള്ളി അതിനകത്തിരുന്ന് കത്തിക്കറിഞ്ഞ് ഷവായിച്ചക്കം പോലെ ആയി കാണും. എടാ പോലീസുകാർ വരുന്നതിന് ഇത് എടുത്തോണ്ട് പോ. ജയിലിൽ നിന്ന് വിളിക്കുന്നു. എന്റെ ദൈവമേ, ദൈവത്തെ ഓർ തന്നെ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ പറ്റുന്നില്ല. എടുക്കണ്ട നോക്ക്. എന്നെ വിളിച്ച സാറാ വിളിക്കുന്നത്. ഹലോ ഹരി സാറേ, ഞാൻ അബോധാവസ്ഥയിൽ സംസാരിച്ചോണ്ടിരിക്കുന്നു. പുള്ളി അബൂ സലീമുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. എടാ ഞാൻ അൺകോൺഷ്യസ് ആയിട്ടാ സംസാരിച്ചോണ്ടിരിക്കുന്നു. അബൂ സലീം അല്ല കേട്ടോ, അലൻസീറുമായിട്ടോ സംസാരിച്ചോണ്ടിരിക്കുന്നു. എടാ ഞാൻ മരണത്തോട്ട് മണ്ണടിക്കുമെന്ന് പറയാൻ. സാറേ, അലൻസീർ അല്ല കേട്ടോ, പുള്ളി മണർകാട്ടോട്ട് മണ്ണടിച്ചോണ്ടിരിക്കുക. അതല്ലെന്ന് ഞാൻ വശമന്തനായിട്ട് കിടക്കുവാന്ന് പറയടാ. വത്സമ്മയായിട്ട് കിടക്കുവന്നൂടെ? അയ്യോ സാറേ, അതെ ഇതിനകത്ത് വന്നില്ലേ ഈ മജീഷ്യൻ മരിച്ചവൻ തൊലഞ്ഞ് വെച്ച് കൊണ്ടുപോ. എന്റെ കുഴപ്പമില്ല, വണ്ടി ഒന്ന് റെഡിയാക്കി. എന്താണ് പെട്ടെന്ന് വണ്ടിയുടെ വീലാക്കാൻ ഒന്ന് റെഡിയാക്കി. എന്റെ പെണ്ണുപിള്ള വീട്ടിൽ ഒറ്റയ്ക്കുള്ള അറിയാമോ? ചെപ്പിനി ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. ഒരെണ്ണം ഉണ്ടായിരുന്നു. അതിന്റെ വീട്ടിലെ വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തോ പറഞ്ഞു? അല്ല, സ്റ്റെപ്പിനി ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി കുഴക്കല്ലേ. എന്റെ പിടുത്തപ്പെട്ടിരിക്കും. പെട്ടെന്ന് ഉണ്ടാക്കി പോകണം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ജയിലിൽ തന്നെ പരിപാടി ചെയ്യണമെന്ന് വലിയ നിർബന്ധമുണ്ടോ? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഒരു കാര്യം മനസ്സിലാക്കുക. ഇത് ഈ ജയിലിലാണ് ഇത് പൊളിഞ്ഞു പോയത്. നമ്മുടെ കണ്ണൂർ ജയിലില്ലേ, കണ്ണൂര്, അവിടെയൊക്കെ എന്നാ കേട്ടോ കയറിക്കൊണ്ടിരുന്ന. പിന്നെ സത്യമായിട്ടും ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ കണ്ണൂർ തീഹാർ ജയിലില് ഈ തൂക്കിക്കൊല്ലാൻ വിധിച്ച കുറെ പ്രതികളെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി എന്നെ വിളിക്കായിരുന്നു. മാജിക്കല്ലേ ചെയ്തത്? അതെ, മസാജ് അല്ലല്ലോ. സുഖിപ്പിക്കാന്ന് പറയാം, അവരുടെ മനസ്സിനൊരു കുളിർമ കൊടുക്കാൻ വേണ്ടി. പക്ഷെ അന്ന് എന്റെ ഐറ്റം കൂടെ കിടുന്ന സാധനം. ഞാൻ പാട്ട് പാടിക്കൊണ്ടാണ് ഈ മാജിക് ചെയ്തത്. അപ്പൊ ഞാൻ ഈ പ്രതികളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ നേരെ സ്റ്റേജിലോട്ട് കയറി വന്നു, ഒരു പാട്ട് പാടി ഒരു ഐറ്റം കാണിക്കുകയും ഒരു പ്രതി ചാടി ഇരുന്നിട്ട് ഇത് പറയുക. ഒന്നുകൂടെ പാടാനോ? അല്ലെന്ന്. സൂപ്പറായിട്ട് സാറേ, ഞങ്ങളെ ഇങ്ങനെ ഇഞ്ചിഞ്ചാട്ട് കൊല്ലാതെ ഒറ്റയടിക്ക് തൂക്കിയൊക്കെ കൊല്ലാൻ അന്ന് ഞാൻ നിർത്തി ജയിലിലെ പരിപാടി. അറിയോ? ഞാൻ പറഞ്ഞ ജയിലിലെ കഠിന ഹൃദയരാ കിടക്കുന്നത്. അവർക്ക് ഇച്ചിരി കട്ടിയുള്ള ഐറ്റം കാണിച്ചു കൊടുക്കണം. ഈ സാധനം എന്റെ ഇരിക്കുക. ഏത് കിടിലൻ സാധനം എന്റെ ഇരിക്കുക. ആദ്യം എടുത്തിടണ്ടേ? ഇത് ഇവര് സമ്മതിക്കണ്ടേന്ന്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ,
പച്ചയായ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒരു അവയവം മുറിച്ചു മാറ്റുന്ന ഐറ്റം ഏതെങ്കിലും ഒരു മാജിക്കാരെ കാണിക്കുന്നോണ്ടോ? കാണിച്ചിട്ടില്ല. ഞാൻ കാണിക്കും. തീർന്നതാണ്. ഇത് കരുനാപ്പള്ളി കാണിച്ചോണ്ടിരുന്നപ്പോ ഇത് കണ്ടോണ്ടിരുന്ന 3 പേര് സ്പോട്ടിൽ ബോധം കെട്ട് താഴെ പോയി. കാണാൻ കാണിക്കട്ടെ. എനിക്ക് വേണ്ടി തലവേര് ഇത് BP അസുഖമുള്ള എന്റെ പൊന്നെ, നിങ്ങൾ ഇത് കിടിലായിട്ട് ജസ്റ്റ് കാണാം. ഒരു മനസ്സിലൊന്ന് ഭാഗപ്പെടുത്തിയാൽ മതി. ഒരു മിനിറ്റ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ കാണിക്കാൻ പോകുന്ന ഐറ്റം നിങ്ങൾ ഭയങ്കരമായ ഒന്ന് കാണേണ്ട സംഭവമാണ്. കാരണം വേറൊന്നുമല്ല, ഒരു പച്ചയായ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും അവനെ മയക്കാതെ മരവിപ്പിക്കാൻ നിങ്ങൾ മനസ്സിനെ ഇതാക്കുന്നേ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ഒരു അവയവം മുറിച്ചു മാറ്റുന്ന ഐറ്റം. ഇത് കുട്ടികൾ ദൈവത്തെ ഓർത്ത് വീട്ടിൽ പോയി കാണിക്കരുത്. ഓക്കെ ചെയ്യല്ലേ സാറേ? അതെന്താ താത്ത് വെച്ചേക്കുന്നത്? അതാ ഇതിന്റെ സീക്രട്ടോ. ഇതും കൊണ്ട് അങ്ങോട്ട് ചെന്നായിരുന്നെങ്കിൽ അവയവം മുറിച്ചു മാറ്റിയത്. അങ്ങനെ കളിയാക്കൊന്നും ചെയ്യില്ലേ. ഈ സാധനം ചെയ്തോണ്ടിരുന്ന സമയത്ത് ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് എന്റെ ഈ മാജി കണ്ടിട്ട് അവിടെ തന്നെ പ്രസവിച്ചറിയോ. അവസാനം ആ കൊച്ചു കുട്ടീനെ ആ കമ്മിറ്റിക്കാരെ എടുത്തോണ്ട് എന്റെ കയ്യിലേക്ക് തന്നു. നിങ്ങൾ പറയാൻ വിശ്വസിക്കുകയല്ല, അതിന് കൈയടിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അതെന്റെ മുഖത്തേക്ക് മൂത്രം ഒഴിച്ചറിയാമോ. അല്ലാതെ അപ്പിയൊന്നും ഇട്ടില്ലല്ലോ. ഇതിന് അപ്പി ഇടുവാ വേണ്ടത്. ഇത് എങ്ങനെയൊന്നും ഉണ്ടാക്കണ സമാധാനമാണ്. പോലീസുകാരും വരുന്നു. എനിക്ക് ദൈവം അറിയത്തുമില്ല. അല്ല, ഇതെനിക്ക് ഓടിക്കാൻ അറിയത്തില്ല, ഇത് നന്നാക്കാൻ എനിക്ക് അറിയത്തില്ലെന്ന്. പോലീസുകാര് ഒരു കാര്യം ഞാൻ തന്നെ അതൊക്കെ നന്നാക്കാം. സാറിന് അറിയാവോ? ഞാൻ നേരത്തെ വർഷോപ്പ് പണിയല്ല, നീ അവിടുത്തെ ഒരു കയ്യിലിരുന്നത്. കയ്യിലൊന്നുമില്ല. പെണ്ണുമ്പിള്ള രാവിലെ ടൂറിന് കൊണ്ടുപോകാൻ നേരത്തെ അവളൊരു ഉടുപ്പ് ഏതാണ്ട് ഉടുപ്പ് ഇത് ചെയ്യുമെന്ന് പറ. സമാധാനമില്ലാതെ ഒരു മനുഷ്യൻ ചക്രശ്വാസം. നൈറ്റ് ചെയ്യാൻ തോന്നുന്നു. അവളെ ടൂറിന് പറഞ്ഞു വിട്ടു. നൈറ്റ് എങ്കിൽ നൈറ്റ്. ആ പോലീസുകാരെക്കാനും വരുത്തോണ്ട് നോക്ക്, പെട്ടെന്ന് അങ്ങോട്ട് നോക്ക്. ഇല്ല സാറേ, റെഡിയാക്ക്. ജാക്കി വെച്ച് തരാം. ഞാൻ ജാക്കി വെച്ച് തരാം. ദൈവമേ, എങ്ങനെയും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുക. പോലീസുകാർ വരുത്തോണ്ട് നോക്കണേ. ടൂറിന് പോയ ഭാര്യ വിളിക്കുന്നു. നമ്മൾ എത്ര ദിവസം എവിടെ ആയിരുന്നു? അങ്ങ് കയറിയായിരുന്നോ? അത് കയറിക്കൊണ്ടിരിക്കുക. ഞാൻ എന്തുവായി കാണുന്ന മൊട്ടക്കുന്നാണല്ലോ. എന്നാ പരിപാടി? അത് എന്നെ വർത്താനാ പറഞ്ഞു. ഞാൻ അവള് ടൂർ ഞാൻ നന്നാക്കട്ടത്. അല്ല, അവിടെ എന്തുവാ ഒരു ഉമ്മ വരാവോ? എന്നിട്ട് വേണം എന്റെ സൈഡിൽ തന്നെ ചുണ്ട് കൊണ്ട ചുണ്ട് പൊള്ളുവല്ലേ. ഇന്നോടാണ്. പിന്നെ അവിടെ ഭയങ്കര തണുപ്പല്ലേ. പിന്നെ ഞാൻ ഫ്രിഡ്ജിനകത്തല്ലേ കയറിയിരിക്കുന്നേ. ഒരു കമ്പിളിപ്പതപ്പുണ്ടായിരുന്നേ, ഞാനും കൂടെ വന്ന് കൂടെ കിടക്കാൻ. നിനക്ക് നേരമായിട്ട് നീ എന്നെ ഡ്യൂട്ടി വേണോ? എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, കണ്ണടച്ച് കാണിച്ചാൽ കൂടെ പോരുന്നവനാ ഞാനെന്ന്. അത് മനസ്സിൽ വെച്ചാൽ മതി. എന്റെ കാര്യമൊക്കെ ശരിയാ. എനിക്ക് പാചകം അറിയത്തില്ല, ഞാൻ പൊളിഞ്ഞ് കൊട്ടക്കാരി വരെ നിൽക്കുന്നവനൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് വരെ റിങ്കുൾവാല ശരീരം ജീവിച്ചിട്ടില്ല കേട്ടോ. അതെല്ലാം എന്റെ ഭാര്യ ഗൾഫിൽ ടൂറിന് പോയിക്കുന്നത് മൊട്ടക്കുന്നില്. അപ്പൊ അവളോട് ഞാൻ വീഡിയോ കോളിൽ സംസാരിക്കുമല്ലോ. വീഡിയോ കോളിൽ സംസാരിച്ച ഞാനോടത്ത് എന്നോട് ആവശ്യമില്ലാത്ത പറഞ്ഞായിരിക്കും. ഒരു മിനിറ്റ്. എന്താ? ഒരു കോള് വരുന്നൊരു മിനിറ്റ്. ഹലോ. പറഞ്ഞോ സാറേ. ഓക്കെ എന്നാ. തിരുവോണം ഫ്രീ ആണ്. പരിപാടി. ഓക്കെ എന്നാ. തിരുവോണത്തിന് പരിപാടിയാ? ഒരു ഷോ കിട്ടിയിട്ടുണ്ട്. എവിടെ പരിപാടി? നമ്മുടെ സ്ഥലം MLA വീട്ടിലൊരു കുടുംബയോഗം നടക്കുന്നത്. എന്റെ മാജിക് ഷോ വേണമെന്ന്. മറ്റേ ഇതൊക്കെ ഉണ്ടോ? പിന്നെ ഫയർ എസ്കേപ്പ് ഒക്കെ? അയ്യോ, അതാ അവിടുത്തെ പിള്ളേർക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. അങ്ങനെയാണ് എന്റെ നമ്പർ നോട്ട് ചെയ്തത്. എല്ലാത്തിനും. അതായത് ഈ പ്രതിപക്ഷം ഈ MLA കോലം കത്തിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒറിജിനലായിട്ട് ഈ MLA കത്തിക്കുന്നത് എനിക്ക് ലൈവായിട്ടൊന്ന് കാണണം എന്ന് പറയുന്ന ഒരു മനുഷ്യനില്ല. അത് ആരാന്നറിയോ? സാമ്പ്രാണി നിസാർ. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. എന്നെ കുഞ്ഞെ, ആ മെഡിക്കൽ കോളേജിൽ അവിടെ താമസിക്കുന്ന സാമ്പ്രാണി നിസാർ. അത് സംക്രാന്തി നസീർ അല്ലേ? സംക്രാന്തി നസീറാണോ? അതാരാ മാനേ? അതാരാ? എനിക്ക് ഞാനാ. മാനാണോ? ഞാനാ. എന്റെ മാനെ, എന്നോടേ ഞാൻ ഒരു വേറെ ആവശ്യത്തോണ്ട് വന്നാ. ഈ ചോരയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞായിരുന്നേ. ഞാൻ മെഡിക്കൽ കോളേജിൽ അത്യാവശ്യം ഈ ചോര വേണമെന്നുണ്ടെങ്കിൽ ഈ സാമ്പ്രാണി നിസാറിനോട് പറഞ്ഞാൽ മതി. സംക്രാന്തി നസീർ. ഈ മനുഷ്യനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ വന്നതാ. മാന്റെ പെട്ടെന്ന് ചോദിക്കാലേ ചോര എങ്ങാനും. ചോരപ്പം നമുക്കിപ്പോ ഉടനെ വന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കൊടുത്താ പോരെ? എന്നാലും മതി. ഞാൻ വിളിക്കുമ്പോ മാനെ അങ്ങ് തന്നാ മതി. ഞാൻ തരാം. ആയിക്കോട്ടെ മാനെ. ചോര തരാം. എന്നാന്ന് വെച്ചാലേ മാനെ, നിങ്ങളെ കൂട്ട് തന്നെ എനിക്ക് 2 ആമ്പിള്ളേരുണ്ട്. ഞങ്ങളെ കൂട്ടോ? അല്ല, ഇവരെ കൂട്ട് 2 ആമ്പിള്ളേർ എനിക്കുണ്ട്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി മാനെ. എൻ്റെ ഈ പ്രായത്തിൽ എൻ്റെ ഭാര്യ ഗർഭിണി. നമ്മുടെ നാട്ടിലിറങ്ങിയ നാണക്കേടല്ലേ.
പിന്നെ അപ്പൊ അവിടെ ഞാൻ കട്ടപ്പനയിലാ താമസിക്കുന്നത്, വണ്ടിപ്പെരിയാറ്. അപ്പൊ ഞാൻ എന്നെ അടുത്ത് അവിടുന്ന് നേരെ ഈ ആശുപത്രിയിലോട്ട്, ഇവിടെ ആകുമ്പോൾ പരിചയക്കാരില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ നാണക്കേട് ഒഴിവാകുകയും ചെയ്യാം. അപ്പൊ മാനെ ഞാൻ അങ്ങോട്ട് ചെല്ലുക. അപ്പം ചോര തരാലോ. അന്ന് ചോര പോലും ഇല്ലാത്ത നീ എവിടുന്ന് ചോര തരുമെന്നാ കുഞ്ഞായി പറയുന്നത്. ഇവിടെ ആരെങ്കിലും കിടപ്പുണ്ടോ? മാന്റെ ഇവിടെ ആരെങ്കിലും കിടപ്പുണ്ടോ? ഞാനാ ഇവിടെ കിടക്കുന്നത്. ഞാൻ അവിടെ കിടന്ന് മടുക്കുമ്പോ ഇവിടെ വന്നിരിക്കും. അപ്പൊ ഇവരോ? അതെന്റെ കൂട്ടിരിപ്പുകാരാ. ശരി, എന്നാ ഞാൻ അങ്ങ് ചെല്ലട്ടെ മാനെ. ശരി മാനെ, ചോരയുടെ കാര്യം കേട്ടാ. തരാം. എന്റെ ദൈവമേ, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് നിന്ന് ആരാണ്ട് വിളിക്കുക. ഒരു മിനിറ്റ്. ഹലോ ഹലോ, മൈക്കിളാച്ചായോ? എന്നാ മാനെ വിളിച്ചേ? അയ്യോ എന്റെ പൊന്നുമാനെ, ഞങ്ങൾ അവിടെ ഇല്ലടാ. ഞങ്ങള് എടാ അമ്മച്ചിക്ക് കണ്ണിന് തിമിരത്തിന്റെ അസുഖം. ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി മധുരേ നിൽക്കുക. മധുരല്ലടാ മൈക്കിളെ, മധുരേ നിൽക്കുവാന്ന്. മധുരയില് ഞാൻ അങ്ങോട്ട് തേങ്ങ കേട്ടോ. പക്ഷെ ഞാൻ അവിടെ വരാൻ നേരത്തെ തെങ്ങ അവിടെ വെച്ചേക്കണേ. എനിക്ക് നിന്നെ അത്ര വിശ്വാസം, അതുകൊണ്ടാ. ദൈവമേ, എന്റെ ദൈവമേ, ഞാൻ അങ്ങോട്ട് ചെല്ലുക. ഒരു പരിചയക്കാരെ പോലും കാണിക്കില്ലേ. തിരിച്ചു വരാൻ നേരത്ത് ഒരു കവർ ബീഡി കത്തിച്ചേക്കാവേ, മെഴുകുതിരി കത്തിച്ചേക്കാവേ. ഡോക്ടർ വരുന്നുണ്ട്, അവിടെ നിന്ന് മാറ്. ആ പ്രസവവാന്റെ അവിടെ പുരുഷന്മാര് കിടന്ന് കറങ്ങരുത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ദൈവമേ, ഇതാ അവനല്ലേ, ആ രാഘവന്റെ മോനല്ലേ. ഇവരൊക്കെ എന്തിനാണോ ഇങ്ങോട്ട് വന്നത്? ദൈവമേ, മാറ് മാറ് മാറ്. ഇയാളോടൊപ്പം പോയോ? പോയോ? സമാധാനം എന്റെ ദൈവമേ. അയ്യോ, പരിചയക്കാരില്ലെന്ന് ഓർത്ത് വന്ന അന്നേരം ദേ കിടക്കുന്ന ഒരുത്തന്നെ അങ്ങോട്ട്. തന്നോടല്ലേ പറഞ്ഞു ഇവിടെ കിടത്ത് കറങ്ങല്ലേ കറങ്ങല്ലേ. മുണ്ടെന്ന് മാറ്റിക്കേ. എന്നാ പള്ളിപ്പറമ്പിലെ ബേബിക്കുട്ടിയല്ലയോ? പള്ളിപ്പറമ്പിലെ ബീഡിക്കുട്ടിയോ? ബീഡിക്കുട്ടിയല്ല, പള്ളിപ്പറമ്പിലെ ബേബിച്ചാനല്ലേ. നാനേ മധുരയിൽ നിന്ന് വന്ന സ്വക്കലിംഗ അണ്ണാച്ചി. സോറി, ആള് മാറിപ്പോയി. ബേബിച്ചായോ? എന്നെ വിളിച്ചായിരുന്നു. എങ്ങനൊക്കെ നടന്നാലും അച്ഛനെ എനിക്ക് അറിയത്തില്ല. മാനെ, എനിക്ക് നിന്നെ എന്നെ മനസ്സിലായോ? മനസ്സിലായില്ല. ഞാൻ കണ്ടത്തിലെയാന്ന്. ചെറുമീനാണോ? കണ്ടത്തിലെ രാഘവനില്ലേ, രാഘവന്റെ ഇളയ മോൻ. എനിക്ക് ഇവിടെ ജോലി. എടാ മാനെ, നിങ്ങൾ അവിടെ അല്ലല്ലോ ഇപ്പൊ താമസിക്കുന്നത്? അയ്യോ, അവിടെ വിറ്റ് ഞങ്ങള്. നിങ്ങളിപ്പോ എവിടെയാ? LP സ്കൂളിന്റെ മോളിലാ. LP സ്കൂളിന്റെ മേളിൽ താമസിക്കാൻ നിങ്ങൾ എന്നെ പ്രാവോ? അതല്ല, ഇപ്പൊ അവിടെ സ്ഥലം മേടിച്ച് ഞങ്ങളിപ്പോ അവിടെ. അവിടെയാണല്ലേ? അച്ഛൻ ശരി മാനെ, ഞാൻ അങ്ങനെ അല്ലല്ല. അച്ഛൻ എന്താ ഇവിടെ? ഞാനേ ഇവിടെ ഒരു വടംവലി മത്സരം ഉണ്ടായിരുന്നു, അതിന് വന്നു. ഓണം കഴിഞ്ഞിട്ടോ? അല്ല മാനെ, എന്നെ വലിപ്പിക്കാൻ നോക്കല്ല. കറക്റ്റായിട്ട് കാര്യം പറയാം. എന്താ വെച്ചാ? സത്യം പറയാലോ. സത്യം പറ. ഇവിടെ പൊതിച്ചോറ് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞു വന്നാ മാനെ. കട്ടപ്പന ഇവിടം വരെ പൊതിച്ചോറിനോ? കട്ടപ്പന തണുപ്പല്ലേ, ഇവിടെ ആകുമ്പോ ചൂടുചോറ് തിന്നാല്ലേ. എന്റെ തലയ്ക്ക് നല്ല ചൂട് വന്നിരിക്കും. അച്ഛാ, എന്താ സത്യം പറ. പ്രസവൻ ഇതെന്താ വെച്ചാ? അല്ല മാനെ, ഇതൊരു പ്രസവത്തിൽ ആര് കിടക്കുന്നു? ആര് പ്രസവിച്ച് കിടക്കുന്നു? നീ വന്നേ, പറ സത്യം പറ. പതുക്കെ പറഞ്ഞു വന്നു കാര്യം. മാനെ, ആരോടും പറയത്തില്ലെങ്കിൽ മാനോടൊരു കാര്യം ഞാൻ പറയട്ടെ. പറ. എനിക്കൊരു അബദ്ധം പറ്റിയടാ. എനിക്ക് മനസ്സിലായി. വേലക്കാരി ജാനമ്മ. എന്റെ ഭാര്യ പ്രസിഡന്റായി. ഏത് പഞ്ചായത്തിലെ പ്രസിഡന്റ്? പഞ്ചായത്തിലെ പ്രസിഡന്റ് അല്ലല്ലോ, എടാ പ്രസിഡന്റ് ആയിരുന്നു. ഓ, പ്രഗ്നന്റ് ആന്ന്. വെല്ലുമിച്ചിയോ? 10-20 വയസ്സുള്ള വെല്ലുമിച്ചിയോ? താൻ എന്തോടെ കാണിച്ചു വെച്ചേക്കുന്നത്? അത് അങ്ങനെ അങ്ങ് ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടെ ആ ജംഗ്ഷനിൽ നിന്ന് മുറുക്കാൻ തിരുന്ന് ഞാൻ കണ്ടതാ. എന്നിട്ട് ഏതാണ്ട് ഒരു പൊതി മറച്ചു വെച്ചോണ്ട് അവര് വീട്ടോട്ടും പോകുന്നതും കണ്ടതാ. അത് പൊതി മറച്ചു വെച്ചതല്ല, പിന്നെ വയററിയാതിരിക്കാൻ വേണ്ടി തോർത്തുമുണ്ട് ഇങ്ങനെ പൊത്തി പിടിച്ചതാണ്. എന്നാൽ ഈ പ്രായത്തിൽ അച്ഛൻ എങ്ങനെ തോന്നി വെച്ചേ? കറണ്ട് വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നത് പിന്നെയാണോ? മനെ, ഞാൻ അതല്ല പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ പിള്ളേരെങ്കിലും, മൂത്ത പിള്ളേരെങ്കിലും ആലോചിക്കണ്ടേ? പിള്ളേരെ ഓർത്താ ഇത് നടക്കൂ? അയ്യോ, ഞാൻ അതല്ല പറഞ്ഞ. അനെ, ഇതൊക്കെ ദൈവം തരുന്ന. എന്റെ നാട്ടുകാരൊന്നും പറയല്ലേ എന്റെ പൊന്നച്ചായ. ഇത് ദൈവം തരുന്ന എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ദൈവത്തിന് മണ്ടക്കോട്ട് വെച്ചാൽ മതിയോ? കഷ്ടം. നിങ്ങൾ ഇങ്ങനെ അങ്ങ് കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ ഇനി സൊസൈറ്റിയെ എങ്ങനെ നിങ്ങൾ നോക്കും? ഞങ്ങൾ പാലുകൊടുപ്പ് നിർത്തിയായിരുന്നല്ലോ അവിടെ. പാലുകൊടുപ്പ് സൊസൈറ്റി അതല്ല, പിന്നെ നിങ്ങൾ സമൂഹത്തിന് എങ്ങനെ നോക്കൂന്നാ ചോദിച്ചേ. അല്ല മാനെ, ഞാനൊരു കാര്യം പറയട്ടെ. നീ ഇങ്ങനെ കിടന്ന് ബഹളം. ഇതെന്തു അമ്മമ്മയുടെ സാരിയാണോ മുണ്ടാന്നോ? ഞാനെ, അത് അതിനപ്പുറം രാവിലെ വെളുപ്പിനെ എടുത്ത് കൊടുത്തോണ്ട് ഓടി വന്ന അത് അതിന് ഞാനൊരു കാര്യം നീ എന്നെ വിഷമിപ്പിക്കരുത്. ഈ പവിത്രം സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാ സംഭവിച്ചത്? തിലകന്റെ പവിത്ര സിനിമയ്ക്കകത്ത് തിലകന് വയസ്സായപ്പോ ഒരു കുഞ്ഞുണ്ടായി. അന്നേരം 100 ദിവസം ഓടി. ബാക്കിയുള്ളവർ വയസ്സായപ്പോ ഒരു കുഞ്ഞുണ്ടായപ്പോ ഞാൻ നാട്ടിൽ നിൽക്കൊള്ളില്ലാതെ ഞാൻ കിടന്ന് ഓടും, അറിയാവോ? അച്ഛൻ സിനിമ വേറെ, ജീവിതം വേറെ എന്ന് പറഞ്ഞ കാര്യം. ഈ എന്നതാണോ ഇത്?
മാനെ പറയടാ. അച്ഛാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ സ്റ്റീഫൻ ദേവസി എന്തോ പറയുന്നു? സ്റ്റീഫൻ ദേവസ്യ പറയുമല്ലോ, അത് ഓർഗനെ വായിക്കുമല്ലേ. അതല്ല, പിന്നെ നിങ്ങളുടെ മക്കളുണ്ടല്ലോ സ്റ്റീഫനും ദേവസിയും, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകത്തില്ലേ? മാനെ എനിക്ക് അവരുടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് നിക്കക്കള്ളി ഇല്ലടാ കുഞ്ഞ്. ചേടാ നിനക്കറിയാമല്ലോ, ഇനി നോക്കിയേ, മൂത്തവൻ അമേരിക്കയില. രണ്ടു കൂടെ പഠിച്ചല്ലേ അവൻ? അതെന്നാന്ന് വെച്ചാൽ അവന്റെ ഭാര്യ അവിടെ പ്രസവിച്ച് കിടക്കും. അപ്പൊ ഇവളെ നോക്കാൻ, കൊച്ചിനെ നോക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞ വിസ അടിച്ചിട്ടായിരുന്നു അമ്മാമേ. ആ അതിനുള്ളിൽ അച്ഛൻ വിസ അടിച്ചല്ലേ? അല്ല ഇപ്പം ഇത് കഴിഞ്ഞിട്ട് കുടുംബത്തോട്ടാണോ പോകുന്നത്? കുടുംബത്തോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ അവിടെ ഇളയവന്റെ ഭാര്യ പ്രസവിച്ച് കിടക്കുക. അയ്യോടാ, അപ്പം ചായപ്പിലോട്ടാണ് പോകുന്നത്? ചായപ്പി പട്ടി വെച്ച് കിടക്കുക. എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക, നിങ്ങളുടെ വീട്ടിൽ ഇതിന്റെ സീസൺ ആണോ ഇപ്പൊ? അല്ല മോനെ, ഇത് ഓരോ ദൈവത്തിന്റെ കളിയല്ലടാ. ഞാനിപ്പോ അല്ല നിങ്ങളുടെ വീട്ടുപേരെന്തുവായിരുന്നു? ഇതോ വീട്ടുപേരെന്തുവായിരുന്നു? പ്രസന്ന ഭവനം. അത് മാറ്റണം, പ്രസവ ഭവൻ നാട്ടുന്നതായിരിക്കും നല്ലത്. മോനെ അത് ശരി. അച്ഛൻ എപ്പോഴാ വന്ന ഇവിടെ? ഇത് എന്ന് എന്തോ കാണിക്കുവാന്ന്. അച്ഛ 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 വീടല്ല എന്നാ മോനെ ചോദിച്ചു? ഞാൻ പിടിച്ചോളാം. താത്തു വെച്ച. ഞാൻ വന്നിട്ട് ഇപ്പൊ 3-4 ദിവസം ഇവിടെ കിടന്ന് അങ്ങ് കറക്കുവാ മോനെ. എവിടെ കിടക്കുന്നത്? ഞാൻ എന്നാ സന്ധ്യയാകുമ്പോ ഈ മരത്തിന്റെ ചുവട്ടിലോട്ടം കിടക്കും. അയ്യോ ഇവിടെ കിടക്കരുതല്ലേ, കാക്ക തൂറും. പിന്നെ ഞാൻ ഇവിടെ കിടക്കുന്ന പറഞ്ഞു കാക്കയ്ക്ക് ദൂരണ്ടേ? അല്ല അവിടെ കിടക്കരുത്, അവിടെ ഒരു വരാന്തയുണ്ട്. അതെ ഞാൻ വന്ന് ആരോടും പറയത്തൊന്നുമില്ല. മാമ പ്രസവിച്ചോ? ഇല്ല, ഞാൻ രാവിലെ കണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, വൈകുന്നേരത്തേക്ക് ശരിയാകുമെന്ന് പറഞ്ഞു. പിന്നെ കുട നന്നാക്കാൻ കൊണ്ട് കൊടുത്തേക്കല്ലേ, രാവിലെ വന്നിട്ട് വൈകിട്ട് റെഡിയാക്കി തരുമോ? അല്ല അതിപ്പോ പുള്ളിയെ വൈകുന്നേരം ആവുന്ന നേരത്തെ അവള് വേറൊന്ന് പറഞ്ഞായിരുന്നു. വേറെ വരുന്ന അപ്പൊ എബ്രഹാം ഡോക്ടറിനെയാണോ കാണിച്ചത്? അപ്പൊ ഒക്കെ ഉള്ള പുള്ളി കഷണ്ടി. പുള്ളി എന്താ പറഞ്ഞേ? പുള്ളിക്കാരൻ പറഞ്ഞു, എന്റെ പൊന്നുമാനെ ഞാൻ ചെന്നപ്പോ എന്നോട് പറയുവാണേ, ക്രിക്കറ്റ് സ്റ്റേജിലാന്ന് പറഞ്ഞു. അയ്യോ അത് ഗ്രൗണ്ടിലല്ലേ? മഴയപ്പം ചിലപ്പോ അങ്ങോട്ട് മാറ്റിയതായിരിക്കും. അല്ല എനിക്ക് മനസ്സിലായില്ല അച്ഛാ. മാനെ ഇത് കണ്ട അവര് പറഞ്ഞു തന്ന സാധനമായത്. ക്രിക്കറ്റ് സ്റ്റേജിലാന്ന് എഴുതിയേക്കുന്നത്. ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് അച്ഛാ ഇത്. അങ്ങനെയാണോ ഇത്? പിന്നെ പ്രായമായ സ്ത്രീയല്ലേ, ഇതിന് സമയം എടുക്കും. അങ്ങനെയാ, അതുകൊണ്ടാ കേട്ടോ. പിന്നെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞായിരുന്നോ? അയ്യോ മാനെ സത്യം പറഞ്ഞ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ലടി അത്. എന്തോ ഇവിടെ ഒരു പെണ്ണുപിള്ള തൂക്കാൻ വന്നായിരുന്നപ്പോ ചെറുതായിട്ട് സാരി ഇവിടെ ഇങ്ങനെ മാറി.